ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. കൊല്ലം മോയൂർ കേസ് നിങ്ങളാരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് എന്നെ വളരെയധികം അറിയുന്ന ഒരാൾ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു സാധനം ഒന്ന് കണ്ടു നോക്കണം, ഇതെൻ്റെ മകൾ കണ്ടിട്ട് മകൾ ഇതിനകത്ത് അട്രാക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം, ഇത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവയർനെസ് പോലെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ള കാര്യം പറയുന്നത്, അനുപമ പത്മൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഓക്കെ, അവരുടെ അച്ഛൻ, അവരുടെ അമ്മ, ഇവർ മൂന്നുപേർ ചേർന്നുകൊണ്ട് അബിഗേൽ സാറ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ അനുജൻ ആ ഒരു വണ്ടിയിൽ കയറി പിടിച്ചിട്ട് അതിനെ തള്ളി മാറ്റിക്കൊണ്ട് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി. പിന്നെ കുറച്ച് ദിവസം, ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ആ കൊല്ലത്ത് ആശ്രമ മൈതാനത്തിൽ നിന്നും ആ ഭാഗത്ത് നിന്ന് നടന്നു ഈ ഒരു കുട്ടിയെ കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങൾ. അതിൻ്റെ സൂത്രധാരകളിൽ പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള മൂന്നാം പ്രതിയും കൂടെ ആയിട്ടുള്ള ഈ അനുപമ പത്മൻ ഇപ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് വളരെ സജീവമാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇന്നലകളിൽ ഒരാൾ ക്രിമിനലായിരുന്നു, അയാൾ ഇന്ന് എന്താണ് എല്ലാവിധ നിബന്ധനകളോടും കൂടി ഉള്ള ജാമ്യമാണ് ഇപ്പോൾ ഉള്ളത്. കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, ആഴ്ചയിൽ 2 തവണ എന്തോ നമ്മുടെ ഇതിനകത്തുള്ള ആൾക്കാരെ പോയി കാണണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിബന്ധനകളുണ്ട്. പുള്ളിക്കാരത്തേക്ക് LLB പഠിക്കണം, അതുകൊണ്ട് പ്രായം 23 LLB പഠിക്കണം, അതുകൊണ്ട് ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം ജാമ്യം കിട്ടി പുറത്തുനിന്ന്. പ്രായത്തിൻ്റെ ഇത് കണക്കനുസരിച്ച് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു. അതിനകത്ത് ഞാൻ പറയുന്നത്, ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ വളരെ മാന്യമായിട്ട് രേഖപ്പെടുത്തുക. ഇന്നലകളിൽ ഒരു കുറ്റവാളി ഇന്ന് നല്ലവനായിക്കൂടാ എന്നുള്ളതൊന്നുമില്ല. പക്ഷേ ഈ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്നൊരു വീഡിയോ, അതിനകത്ത് നാച്ചേഴ്സ് റയറസ്റ്റ് എലിഫൻറ്റ് നീഡ്സ് അവർ ഹെൽപ്പ് എന്ന് വെച്ചാൽ ഒരു കുട്ടിയായിട്ടുള്ള ഒരു എലിഫൻറ്റ് കുഞ്ഞിന്, അഥവാ നമ്മുടെ ആനക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അതിന് മോദിജിയെ അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാരൊക്കെ അത് കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ ഇടുന്നു. അതിൽ കുറച്ച് ഭാഗം ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ബാക്കി ഇതെന്താണ് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. Survive only with the help of human intervention. As of now, this calf is still wandering in the forest. At this point, I am making this video to spread awareness and hopefully reach the attention of Mandara, because I believe that this calf will only be safe there. പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചാൽ ഞാനിത് വൈഡായിട്ട് സ്പ്രെഡ് ആവണമെന്ന്, ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. 9 ദിവസത്തിന് മുമ്പിട്ട വീഡിയോ ആണ്. വാന്താര എന്ന് പറയുന്നത് നമ്മുടെ മുകേഷ് അംബാനിയുടെ മകൻ്റെ അവരുടെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഒരു നാച്ചുറലായിട്ടൊരു കാട്, കൃത്രിമമായിട്ടൊരു കാടൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇഷ്ടം പോലെ മൃഗങ്ങളെ, അപ്പോൾ മോദിജിയാണത് ഉദ്ഘാടനം ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഇത് വേണം, ട്രങ്ക്, അഥവാ നമ്മുടെ ഈ കുട്ടിയാനയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് ആ തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനെ രക്ഷിക്കണമേ എന്നാണ് ഈ കുട്ടി ഇതിനകത്തൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അബിഗേൽ സാറ എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും ആ സഹോദരൻ്റെ സഹോദരിയും അതോടൊപ്പം അച്ഛൻ്റെ അമ്മയുടെയും പുന്നാര മോളുമായിരുന്ന ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള, ആ കുട്ടിയെ ഒളിപ്പിക്കുന്നതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള, അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ആൾ ഇന്ന് ഒരു ആനക്കുട്ടിക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ മൊത്തം ശ്രദ്ധ പിടിച്ചു പറ്റാനും വാന്താര എന്ന് പറയുന്ന മുകേഷ് അംബാനിയുടെ ആ ഒരു സംഭവം, പിന്നെ നമ്മുടെ മോഡിയുടെ പേരൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല രീതിയിലേക്കുള്ള വലിയൊരു അവയർനെസ് രൂപത്തിൽ പരിപാടി കൊടുക്കുന്നു. സോ ഇത് ജെന്യൂൻ ആണെങ്കിലും ഒക്കെ നമുക്ക് അംഗീകരിക്കാം. സോ ഞാൻ പറഞ്ഞത് കേൾക്ക് ബാക്കി. Learned about Vantara when our Honorable Prime Minister Sri Narendra Modi ji inaugurated it on March 4, 2025. Vantara is a 3,500-acre expanse within Gujarat's Jamnagar refinery complex. I do not know the legal aspects of adopting this elephant, but I strongly believe that if this news reaches Vantara's attention, Team Vantara will certainly step in to rescue this poor animal. I request. ഓക്കെ, അപ്പം വാന്താരയുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു അനിമലിനെ റെസ്ക്യൂ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ടീം അതിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ഇത് എത്തണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് പുള്ളിക്കാരത്തി പ്രകടിപ്പിക്കുന്നത്. സോ എനിവേ, എന്തായിരുന്നാലും പുള്ളിക്കാരത്തി ഇപ്പോൾ പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിലൊക്കെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിന് വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെയധികം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇതുവരെ അപ്പോൾ ഡിലേ വന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്, അപ്പം ഇന്നത്തെ ദിവസം തന്നെ അവിടുത്തെ ഐതിഹ്യത്തെ പറ്റി, ആറ്റുകാൽ അമ്മയുടെ ആറ്റുകാൽ ഐതിഹ്യം, അതുപോലെ തന്നെ പാണ്ഡവരുടെ പ്രധാനമായിട്ടും 2 ഐതിഹ്യങ്ങളാണ് പറയുന്നത്. വനവാസത്തിന് ശേഷമുള്ള 1 വർഷം. പാണ്ഡവരുടെ ഐതിഹ്യം, അങ്ങനെ ചരിത്രങ്ങളെല്ലാം. അപ്പം നമ്മൾ ഇവരുടെ എല്ലാവരുടെ ഐതിഹ്യങ്ങളുടെ ചരിത്രമാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പുള്ളിക്കാരത്തിയുടെ കുറച്ച് നാളിന് മുമ്പുള്ള ആ ഒരു ചരിത്രത്തിലേക്കും കൂടെ നമുക്കൊന്ന് പോകാം, അല്ലേ? ചരിത്രം പുള്ളിക്കാരത്തി പറയുമ്പോൾ
നമുക്ക് ആ ചരിത്രം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ചരിത്രം നമുക്കൊന്ന് നോക്കാം. എന്താ സംഭവം? മകൾ, അച്ഛൻ, അമ്മ ഇവർ 3 പേര് ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ. ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു മനോഭാവം കാണിച്ച ആ കുട്ടിയെ ഞാനത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, അത് ജെനുവിനാണെങ്കിൽ. പക്ഷേ ഈ ഒരു ബുദ്ധി വിവേകവും വളരെ കുറച്ച് കാലത്തിന് മുമ്പ് ഈ കുട്ടിക്കില്ലാതെ പോയോ? ഒരു അമ്മയുടെ സ്നേഹത്തിൽ, തണലിൽ, ആശ്രയത്തിൽ വളരുന്നൊരു പെൺകുട്ടി, ആ ഒരു കൊച്ചുകുട്ടി, ആ അബിഗേൽ സാറ എന്നുള്ളൊരു കുട്ടിയെ ആ കാറിൻ്റെ അകത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നോക്കി കറക്റ്റായിട്ട് നൈസായിട്ടൊന്ന് പൊക്കിക്കൊണ്ട് പോയതും എല്ലാ കാര്യങ്ങളും നമ്മൾ ആരും മറന്നിട്ടില്ല. ആ ഒരു വിഷയമാണ് ഇപ്പോൾ പറയുന്നത്. ഇതെന്താ സംഭവിച്ചെന്നുള്ളത്. 1 വർഷം നീണ്ട ആസൂത്രണം നടത്തിയതിനകത്തുള്ളൊരു മുഖ്യ ആളാണ് അവിടെ നിന്ന് ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് അവയർനെസ് ക്ലാസ് തന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു അവയർനെസ് ആണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തണമെന്നോ തെറി പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് ഇപ്പം നാളെ ഇനിയിപ്പോൾ ഗോവിന്ദചാമിയൊക്കെ പുറത്തിറങ്ങി വന്നേക്കാം. കാരണം ഇപ്പോൾ പുള്ളി ആരോഗ്യ ദൃഢഗാത്രനായി കാണല്ലോ ഈ നമ്മുടെ ഇതിലൊക്കെ കാണുന്നത്. സോ അതുപോലുള്ള കുറേ അധികം കൊടും ക്രിമിനലുകളൊക്കെ നാളെ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള നല്ലവരായിട്ടൊക്കെ ചിലപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ചിലപ്പോൾ വളരെയധികം നല്ല സേവന പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ നടത്തിയേക്കാം. നല്ലവരായവരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ നല്ലവരായ ആൾക്കാർ സമൂഹത്തിൻ്റെ അകത്ത് കൊടും ക്രിമിനലായിട്ടിരുന്നിട്ട് നല്ല ആൾക്കാരായിട്ട് പ്രീസ്റ്റുകളായിട്ടുള്ളവരുണ്ട്, പല ആൾക്കാരൊക്കെ ഉണ്ട്. നല്ലതാണ്. എന്തിനു പറയുന്നു, രാമായണം എഴുതിയിട്ടുള്ള വാത്മീകി പോലും പണ്ട് ഞാൻ പല സമയങ്ങളിലും പറഞ്ഞു രത്നാകരൻ എന്നുള്ള കൊടും ക്രിമിനലായിരുന്നു, കള്ളനായിരുന്നു. സോ നല്ലവരായിട്ടുള്ളവരുണ്ട്. ഇവർ നല്ല വഴിക്കാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാം. അതല്ല ഇതെല്ലാം മറ്റൊരു തരത്തിലേക്ക് മറയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മലയാളികളൊന്ന് മനസ്സിലാക്കിയിരിക്കണം, അത്രയേ ഉള്ളൂ. ഒരുപാട് കുട്ടികളെയും ഒരുപാട് പേരെയും ഒക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കുട്ടികളെ നോക്കി വെച്ച് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമൊക്കെ നടത്തി അവസാനമാണ് അബിഗയിലെത്തി എന്നുള്ള കാര്യമാണ്. ഇന്നും അതിൻ്റെ ദുരൂഹതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പല സമയങ്ങളിൽ ആ ഒരു സമയത്തൊക്കെ ഇപ്പം ഇദ്ദേഹം MR അജിത് കുമാർ എന്ന് അദ്ദേഹം തന്നെ അന്ന് പറയുന്നത് വെച്ചാൽ ഈ കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. ഓക്കെ, പഠിക്കുന്ന കുട്ടിയാണ്, ചിലപ്പോൾ റാങ്ക് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളെ ഗ്രീഷ്മയൊക്കെ റാങ്ക് ഹോൾഡർ ആയിരുന്നല്ലോ. അതുപോലെ ഈ കുട്ടി ഭയങ്കര പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയും വളരെ നന്നായിട്ട് വെൽ പ്ലാനിങ്ങിൽ ആ കുട്ടി തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു സെറ്റപ്പിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ പറയുന്ന ഭാഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ട്. മോൾക്ക് 5 ലക്ഷം 6 ലക്ഷം ഒക്കെ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടും. അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ആ ചാനൽ അന്നേ കണ്ടപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അത് നടക്കാത്ത കാര്യമാണ്. പക്ഷേ അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് മറ്റൊരു തരത്തിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് ആ കഥ അവസാനിക്കുകയാണ്. കുട്ടിയെ തിരിച്ചു കിട്ടിയോണ്ട് അത് അധികമായിട്ടൊന്നും പോയിട്ടില്ല. പിന്നെ എന്താ പറയുക, അതിനുശേഷം ഈ പെൺകുട്ടിക്ക് നിരുപാധികമായിട്ടുള്ള ഇതൊന്നും അല്ല ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ജാമ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അഥവാ ഒന്ന് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ഇതിൻ്റെ സാക്ഷികളെ ഒരിക്കലും അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് എന്താണ് നമ്മൾ പണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്ന പോലത്തെ പരിപാടികളുണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. അതാണ് ഇപ്പോഴത്തെ നിബന്ധന. എനിവേ അത് അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നല്ല രീതിയിൽ വിദ്യാഭ്യാസം കിട്ടേണ്ട കുട്ടിയാണ്, അവർ നന്നായിട്ട് മുന്നോട്ട് പോകേണ്ട കുട്ടിയാണെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അത് അന്നേ കേട്ടതായതുകൊണ്ട് ഞാൻ അന്നേ എൻ്റെ മുഖത്തിൻ്റെ ഭാവം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ചും തോന്നിയിട്ടൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് ഇതിനകത്ത് ചെറിയ ഒരുപാട് ദുരൂഹതകളും കാര്യങ്ങളൊക്കെ ഇന്നും മാറിയിട്ടില്ല എന്നുള്ള കാര്യം. എന്തിനാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ കാര്യത്തിനെ കുറിച്ച് വലിയതൊന്നുമില്ല. എന്തായാലും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഇതിനിടയ്ക്ക് ഇവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പോലീസിനവരെ പരിഹസിച്ചിരിച്ചതാണ് ഇവരുടെ അമ്മ. സോ അതുകൊണ്ട് അവർക്കൊരു കൂസലുമില്ല. അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പുറത്ത് വരും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണ്. എന്തായിരുന്നാലും ഇപ്പോൾ അവരുടെ ഇതെല്ലാം കോടതി നടപടികളും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും അതിൻ്റെ മറ്റുള്ള പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മകൾക്കിപ്പം എന്താ പറയുക, ഈ പഠനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കയറാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, ഈ പറയുന്ന പോലീസിൻ്റെ ആൾക്കാരെ ഉദ്യോഗസ്ഥരെ പോയി കണ്ട് ഇതിനകത്ത് അവരുടെ കാര്യങ്ങളൊക്കെ എന്തോ രേഖപ്പെടുത്താനുണ്ടല്ലോ, അതൊക്കെ ചെയ്യണം. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് വീഴ്ച വന്നു കഴിഞ്ഞാൽ വീണ്ടും പിടിച്ചകത്തിടും. ഇതാ പരിപാടി. അങ്ങനെ ഇറങ്ങിയിരിക്കുക എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല നടപ്പെന്നുള്ള കാണിക്കാനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശമാണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരാൾ നല്ലവരായാൽ നല്ലതാണെങ്കിൽ നല്ലത് തന്നെ നമുക്ക് വയ്ക്കാം. അതർവൈസ്
ഇത് ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സമൂഹത്തിൻ്റെ അകത്ത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലേക്കൊക്കെ അവതരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. നമ്മൾ ചില ഈ നന്മ മരങ്ങൾ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വന്നിരുന്നിട്ട് അവതാരങ്ങളായിട്ട് മറ്റുള്ളവരെ കാണിച്ചിട്ട് അവരുടെയൊക്കെ പിന്നണിയിൽ നടക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതുപോലെയൊക്കെ എന്തോ എവിടെയോ ഒരു ഇതൊക്കെ ഉള്ളതുപോലെയൊക്കെ തോന്നലാണ് ഈ എന്നോട് പറഞ്ഞ വ്യക്തി പറഞ്ഞത്. അതിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെയൊക്കെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരുടെ മകളെപ്പോലും അത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനത് ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ്, അല്ലാതെ അവരെ മോശമാക്കി നിങ്ങൾ ആരും പറയണമെന്നൊന്നുമല്ല. ഓക്കെ, ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.